എൻ്റെ പേര് തോമസ്. ഞാൻ ഇരുമ്പന സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. വൈദ്യുതോപകരണങ്ങളെ സാധാരണയായി സർക്യൂട്ടുകളിൽ രണ്ട് രീതിയിൽ ബന്ധിപ്പിക്കാറുണ്ട്. ഒന്ന് ശ്രേണി രീതി, മറ്റേത് സമാന്തര രീതി. ഈ രണ്ട് രീതികളെയും കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. 3 ബൾബുകളെ ശ്രേണി രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ സർക്യൂട്ട് ചിത്രമാണ് ഈ കാണുന്നത്. ഈ ചിത്രമൊന്ന് പരിശോധിക്കുക. ഇനി നമുക്ക് 3 ബൾബുകളെ ശ്രേണി രീതിയിൽ ഒന്ന് ബന്ധിപ്പിച്ച് നോക്കാം. ഈ 3 ബൾബുകളുടെയും പ്രകാശ തീവ്രത ശ്രദ്ധിക്കുക. ഇവ വളരെ മങ്ങിയാണ് കത്തുന്നത് എന്ന് കാണാൻ കഴിയും. ശ്രേണി രീതിയിൽ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബൾബുകളുടെ പ്രകാശ തീവ്രത കുറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സർക്യൂട്ടിൽ ഒന്നാമത്തെ ബൾബിന്റെ പ്രതിരോധം R1ഉം രണ്ടാമത്തെ ബൾബിന്റെ പ്രതിരോധം R2ഉം മൂന്നാമത്തെ ബൾബിന്റെ പ്രതിരോധം R3യും ആണെന്നിരിക്കട്ടെ. ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം R = R1 + R2 + R3 എന്ന രീതിയിലായിരിക്കും കണക്കാക്കുന്നത്. അതുകൊണ്ട് ശ്രേണി രീതിയിൽ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം വളരെയധികം കൂടുന്നു. അതിന്റെ ഫലമായി വൈദ്യുത പ്രവാഹ തീവ്രത കുറയുകയും ബൾബുകൾ മങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സമാന്തര രീതി ഒന്ന് പരിശോധിക്കാം. ഈ സർക്യൂട്ട് ശ്രദ്ധിക്കുക. 3 ബൾബുകളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിന്റെ സർക്യൂട്ട് ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 3 ബൾബുകളെ ഒന്ന് സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ച് നോക്കാം. 3 ബൾബുകളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. 3 ബൾബുകളുടെയും പ്രകാശ തീവ്രത ശ്രദ്ധിക്കുക. ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ കൂടിയ പ്രകാശ തീവ്രതയോട് കൂടിയിട്ടാണ് ഇവിടെ ബൾബുകൾ പ്രകാശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ബൾബുകളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ പ്രകാശ തീവ്രത കുറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കാം. ഈ സർക്യൂട്ടിൽ 3 ബൾബുകളെ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതേ രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുന്നത് 1/R = 1/R1 + 1/R2 + 1/R3 എന്ന സമവാക്യം ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ R1 ഒന്നാമത്തെ ബൾബിന്റെ പ്രതിരോധവും R2 രണ്ടാമത്തെ ബൾബിന്റെ പ്രതിരോധവും R3 മൂന്നാമത്തെ ബൾബിന്റെ പ്രതിരോധവുമാണ്. ആകെ സഫല പ്രതിരോധം ഈ സമവാക്യം ഉപയോഗിച്ച് കണക്കാക്കുമ്പോൾ ഇതിൽ പ്രതിരോധക വാല്യൂ ഏറ്റവും കുറഞ്ഞ ബൾബിനേക്കാളും കുറഞ്ഞ ഒരു സംഖ്യയായിരിക്കും സഫല പ്രതിരോധമായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും സർക്യൂട്ടിലെ സഫല പ്രതിരോധം വളരെ കുറയുകയും അതുകൊണ്ട് നല്ല രീതിയിലുള്ള വൈദ്യുത പ്രവാഹം നിലനിൽക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ബൾബുകൾ നല്ല രീതിയിൽ ജ്വലിക്കുന്നതായി കാണാൻ കഴിയും. സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുന്നതിന്റെ മറ്റൊരു സവിശേഷ ഗുണം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ ഇതിനകത്തുള്ള ഓരോ ഉപകരണത്തെയും നമുക്ക് പ്രത്യേകമായി നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ സർക്യൂട്ടിൽ നിന്നും ഞാൻ ഏത് ബൾബിനെ ഊരിമാറ്റിയാലും അത് മറ്റു ബൾബുകളുടെ ജ്വലനത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുന്നതിന്റെ മറ്റൊരു സവിശേഷ ഗുണം എന്ന് പറയുന്നത്
ഈ രീതിയിൽ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ ഇതിനകത്തുള്ള ഓരോ ഉപകരണത്തെയും നമുക്ക് പ്രത്യേകമായി നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ സർക്യൂട്ടിൽ നിന്നും ഞാൻ ഏത് ബൾബിനെ ഊരി മാറ്റിയാലും അത് മറ്റു ബൾബുകളുടെ ജ്വലനത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. ഇത് ശ്രദ്ധിക്കുക. ഇതിൽ നിന്നും ഏത് ബൾബ് ഊരി മാറ്റിയാലും ബാക്കിയുള്ള ബൾബ് ഒരു തടസ്സവുമില്ലാതെ പ്രകാശ തീവ്രതയിൽ യാതൊരു മാറ്റവുമില്ലാതെ പ്രകാശിക്കുന്നതായി കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഉപകരണത്തെയും നമുക്ക് പ്രത്യേകമായി നിയന്ത്രിക്കാൻ കഴിയും. ഈ ശ്രേണി രീതിയിലുള്ള ക്രമീകരണം ശ്രദ്ധിക്കുക. ശ്രേണി രീതിയിൽ ബൾബുകളെ കണക്ട് ചെയ്തപ്പോൾ ബൾബുകൾക്ക് പ്രകാശ തീവ്രത വളരെ കുറവാണെന്ന് മാത്രമല്ല, ഓരോ ബൾബിനെയും നമുക്ക് പ്രത്യേകമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നും കാണാൻ കഴിയും. ഈ സർക്യൂട്ടിൽ നിന്നും ഞാൻ ഏതെങ്കിലും ഒരു ബൾബിനെ നീക്കം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ മറ്റു ബൾബുകൾ പ്രകാശിക്കുകയില്ല എന്ന് കാണാൻ കഴിയും. ഞാൻ ഒരു ബൾബ് ഊരി മാറ്റിയപ്പോഴേക്കും മറ്റു രണ്ട് ബൾബുകളും അണഞ്ഞു പോയതായി കാണാൻ കഴിയും. ഇതിലെ ഏത് ബൾബിനെ ഊരി മാറ്റിയാലും മറ്റു ബൾബുകൾ അണഞ്ഞു പോകുന്നതായി കാണാൻ കഴിയും. ഇതിൽ നിന്നും ശ്രേണി രീതിയിൽ ബൾബുകളെ ക്രമീകരിച്ചാൽ അല്ലെങ്കിൽ ഉപകരണങ്ങളെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അവയെ സ്വതന്ത്രമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കാണാൻ കഴിയും.